ഡൽഹിയിലെ സമരം കേരളത്തിന് വേണ്ടി നടത്തുന്ന സമരമല്ലേ. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ആണ് MLA-മാരും മന്ത്രിമാരും അടക്കം ഇപ്പോൾ ക്ഷോഭണം നടത്തുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ ഈ ചവിട്ടും തുള്ളിക്കൊള്ളുന്നവർ കേന്ദ്രത്തിൻ്റെ അവഗണന. അപ്പം അവർക്കൊരു പ്രചോദനം നൽകും, അവിടെയെല്ലാം പിന്തുണയുണ്ടാവും. ഒരു വലിയ സംഭവമായിരിക്കും ഇതെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്നേ വരെ ഇവിടെ ഡൽഹിയിൽ ഇങ്ങനൊരു സമരം നടന്നിട്ടില്ല. അത് കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഇതിനു മുമ്പൊരു സമരം നടന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊരു വലിയ സംഭവം തന്നെയാണ്. വലിയ തോതിൽ അതിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഓരോ സ്ഥലത്തെ കോൺഗ്രസ് ഓരോ നിലയിൽ സ്വഭാവമില്ല. അവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല. അവർക്ക് ഈ കുഞ്ഞാങ്ങളെ ചത്താലും വേണ്ടിയല്ല നാത്തൂൻ്റെ കരച്ചിൽ കാണണമെന്ന് പറഞ്ഞ പോലെയുള്ള സ്വഭാവമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കുന്ന മനോഭാവമാണ്. തന്നെയല്ല, അവർ ഇന്ത്യ 60 വർഷം ഭരിച്ചത് അവരാണല്ലോ. അവർ ചെയ്ത പണി തന്നെയാണ് ഇപ്പം BJP നമ്മളോട് ചെയ്യുന്നത്. അവർ എല്ലാ ദ്രോഹവും അവർ കേന്ദ്രം ഭരിച്ചിരുന്നപ്പം കേരളത്തിനോടും കോൺഗ്രസിൻ്റേതല്ലാത്ത ഗവൺമെൻറ്റുകളോടും എന്നും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ പഴയ കാര്യം ഓർക്കുമ്പം മനക്ലേശം ഉണ്ടാകും. അതുകൊണ്ട് ഇതിനൊന്നും കൂടാൻ അവർക്ക് വലിയ മാനസികാവസ്ഥ കാണുകയില്ല. ഈ സമരം കൊണ്ട് കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും മനംമാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം ഒറ്റയടിക്ക് വരുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും സമരം വീണ്ടും തുടരേണ്ടി വരും. പക്ഷേ ഒരു സമരം കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടിയിരുന്നില്ലേ? ഇപ്പം മോദി സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ കാലാവധി കഴിയാൻ കുറച്ച് ദിവസങ്ങളും ആഴ്ചകൾ മാത്രമല്ലേ ഉള്ളൂ. എന്നാലും കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടല്ലോ. ഈ സർക്കാർ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം ഭരിക്കുന്നവർ പോയെന്നാലും ഗവൺമെൻറ്റും സംവിധാനവും ഭരണകൂടവും എല്ലാം ഉണ്ടല്ലോ. എല്ലാ സംവിധാനവും ഉണ്ട്. തന്നെയല്ല, തെരഞ്ഞെടുപ്പ് നടക്കും, വീണ്ടും പുതിയ ഗവൺമെൻറ് വരും. അപ്പോൾ എന്തായിരുന്നാലും കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചുമതലയാണ്. കേരളത്തിൽ LDFൻ്റെ ഗവൺമെൻറ്റാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് അതിപ്രധാനമാണ്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇങ്ങോട്ട് ഈ തണുപ്പ് പഠിച്ച് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് വരുന്നില്ല. BJP തന്നെ അധികാരത്തിൽ വരുന്നത് പ്രതീക്ഷയാണ് BJP നിൽക്കുന്നത്. അതിപ്പം കണ്ടറിയണം. അതൊക്കെ വരാതിരിക്കാൻ നോക്കേണ്ട ബാധ്യത ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഇടതുപക്ഷം അതിൻ്റേതായ ധർമ്മം എല്ലാം നിറവേറ്റും. ഇടതുപക്ഷ പാർട്ടികൾ എക്കാലവും അത്തരം ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയാണേലും അത്തരം സമീപനമേ ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഈ അബദ്ധം ഇനി വരാതിരിക്കാൻ, മോഡി ഇനി വരുന്ന അബദ്ധം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷം മാത്രമല്ല മറ്റ് മതേതര ശക്തികളിലും കൂടി കൂട്ടായി നിന്ന് ഇന്ന് ദേശീയ തലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം അലോസരമെല്ലാം കളഞ്ഞ് കൂട്ടായി ശക്തമായി നേരിട്ടാൽ അത് തടയാൻ കഴിയും. പക്ഷേ അതേപ്പറ്റി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും മതേതര പാർട്ടികൾക്കെല്ലാം ഒരു ബോധമുണ്ടാവണം. വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിട്ട് കാര്യമില്ല. ഒന്നിച്ചു നിന്ന് പൊരുതേണ്ട കാലമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങൾക്കെതിരെ. അത് കേട്ടു. അദ്ദേഹം യഥാർത്ഥത്തിലെ ഒരു നല്ല ഈ സർക്കസ് കൂടാരത്തിലെ നല്ല ബപ്പൂണിൻ്റെ കൂട്ടുകയാണ് അദ്ദേഹം. നല്ല അഭിനയമാണ് അദ്ദേഹം, തമാശല്ല. അതിപ്പോൾ കോൺഗ്രസ് ആയിരുന്നപ്പോഴും പണ്ടും അങ്ങനെ അവരും അങ്ങനെ ആയിരുന്നല്ലോ. അതുപോലെയൊക്കെ തന്നെ ഇപ്പം മോഡിയും ചെയ്യുന്നതെന്ന് കൂട്ടിയാൽ മതി. അത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസ് അതിന് തയ്യാറാകണം. അവർ ഉയർത്തുന്ന മുദ്രാവാക്യം എന്തെന്ന് മനസ്സിലാക്കി മറ്റ് പ്രതിപക്ഷ പാർട്ടികളും യോജിച്ച് ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം ശക്തിപ്പെടുത്തണം. അതാണ് സ്വീകരിക്കേണ്ടത്.